വസന്തത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സീന. ഞാനിന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. എൻ്റെ തോട്ടത്തിൽ കുറച്ച് ഓർക്കിഡ് പൂക്കൾ മാത്രമല്ല കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ബോർഡർ ഗ്രാസ് ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് വരുന്നത് എപ്പിസിയയിൽ ലീവ്സിന് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. രണ്ട് സൈസ്. ഇതിപ്പം ഇതിൽ കുറച്ച് വൈറ്റ് ഷെയ്ഡ് കൂടുതലുണ്ട്. അതുപോലെ അതിൻ്റെ ലീഫിന് ഒരു ചെറിയ ബ്രൗണിഷ് ഷെയ്ഡാണ് ലീവ്സിൻ്റെ അരികിൽ വരുന്നത്. പൂക്കൾ ഉണ്ടാവുന്നത് സെയിം തന്നെയാണ്. എപ്പിസിയയുടെ റെഡ് കളറിൽ ഫ്ലവർ തന്നെയാണുള്ളത്. ഇതും സെയിം എപ്പിസിയ തന്നെയാണ്. അതിൻ്റെ ഫ്ലവർ റെഡ് കളർ ഫ്ലവറാണ്. സെയിം ഫ്ലവർ തന്നെയാണ് ഇതിൻ്റെയും. പിന്നെ ലീഫിൻ്റെ കളറിൻ്റെ വ്യത്യാസമുള്ളത് നല്ല ഗ്രീനിഷ് ആണ്. പിന്നെ ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഇത് ഭംഗി ഉണ്ടാവും. നിലത്താട്ടാലും നല്ലവണ്ണം വളരും. പിന്നെ അധികം നമുക്ക് വലിയ വളമൊന്നും കൊടുക്കണ്ട. അത്യാവശ്യം ഗ്രോ ബാഗിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ കൊടുക്കുന്ന വളം തേങ്ങാവെള്ളം മാത്രമാണ് കേട്ടോ. അപ്പം തേങ്ങാവെള്ളം പിന്നെ ഓർക്കിഡിന് ഗ്രോത്തിന് ഒഴിക്കുന്ന വളം കൊടുക്കും. അപ്പോൾ അത് മാത്രമാണ് ഞാൻ കൊടുക്കുന്ന വളം. അപ്പോൾ നല്ലവണ്ണം ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെറിയ കുപ്പിയിലാണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ കുപ്പിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ വലിയ പോട്ടിലോട്ട് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. അതുപോലെ വലുതായ ശേഷം മാറ്റി നട്ടിട്ടുള്ള ചെടിയാണിത്. ഇതിന് 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കനത്തിൽ മണ്ണിട്ടാൽ മതിയാകും. അധികം വേരോട്ടം താഴേക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് മുകൾ ഭാഗത്ത് മാത്രം മണ്ണ് മതിയാകും. ചട്ടി നിറച്ച് മണ്ണിടാൻ പോയി കഴിഞ്ഞാൽ വെയിറ്റ് അധികമായി പോകും. അതുകൊണ്ട് അതിന് താഴ്ഭാഗത്തായിട്ട് കരിയില നിറയ്ക്കുകയോ, അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നത് തെർമോക്കോളാണ്, അത്രയും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. ഗ്രോ ബാഗിൽ മണ്ണാണ് നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല വലിയ ഇലകളും അതുപോലെ ഇഷ്ടംപോലെ പൂക്കളും അതിലുണ്ടായിക്കോളും. ഇതിന് ഫ്ലെയിം വയലറ്റ് എന്നും പേര് പറയാറുണ്ട്. ഇതിൻ്റെ ഇതുപോലെ വരുന്ന തണ്ടുകൾ മുറിച്ചിട്ടാണ് നമ്മൾ തൈയാക്കി മാറ്റി നടുന്നത്. പിന്നെ ഈ ചെടിക്ക് അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും വെയിൽ കിട്ടിയില്ലെങ്കിൽ ഫ്ലവർ കുറവായിരിക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ആവാം. വലിയ വെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ പൂക്കൾ ഉണങ്ങിപ്പോവും. ഇതുപോലെ കാണുന്ന തണ്ടുകളിൽ പുതിയ പുതിയ വേരുകൾ വരും, പുതിയതായിട്ട് വരുന്ന തൈകൾ പോലെ വരുന്ന തണ്ടുകളിൽ. അപ്പോൾ അതിൽ വേരുകൾ വരുമ്പോൾ നമുക്കത് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വലിയ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് എപ്പിസിയയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയുള്ളത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ? മണി പ്ലാന്റ് പല തരത്തിലുണ്ട് കേട്ടോ. പല ഡിസൈനിലുള്ളതുണ്ട്, വലുതാവുന്ന ഇലകളുള്ളതുണ്ട്. ഇത് നമ്മൾ അധികം വലിയ ഇലകളൊന്നുമല്ല, ചെറിയ ഇലകൾ തന്നെയാണ്. പിന്നെ നമ്മൾ മണ്ണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇലകൾക്ക് വ്യത്യാസം വരും, വലിപ്പ വ്യത്യാസം വരും. വെള്ളത്തിൽ വെക്കുന്ന ചെടികളിൽ വളരെ ചെറിയ ഇലകളായിരിക്കും ഉണ്ടാവുക. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഇലകളേക്കാൾ കൂടുതൽ വേരുകളാണ് വളരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മണി പ്ലാന്റിന് പോത്തോസ് എന്നും പറയാറുണ്ട്. ഒരുപാട് വെറൈറ്റി ചെടികൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനധികം കെയറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വളരും. വീട്ടിനുള്ളിലും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അതുപോലെ ഓക്സിജൻ ധാരാളമായിട്ട് തരുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇത് വന്നിട്ട് ടർട്ടിൽ വൈനിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പം അത് ജസ്റ്റ് ചെറിയൊരു കുപ്പിയുടെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ചേക്കുന്നതാണ്. നല്ലവണ്ണം തിക്കായിട്ട് വളരുന്നൊരു സംഭവമാണ്. നമുക്ക് അത്യാവശ്യം അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറുതായിട്ട് ലൈറ്റ് കിട്ടിയാൽ മതിയാവും. നല്ല കളർഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യും. തിക്കായിട്ട് ഉണ്ടായി വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ടർട്ടിൽ വൈനാണ്, എവർഗ്രീൻ ടർട്ടിൽ വൈൻ. ടർട്ടിൽ വൈനിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇതില്ലാത്ത വീടുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ പിടിപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ തന്നെ വലിയ പോട്ടിൽ നട്ടിട്ടുള്ളതുണ്ട്. അതുപോലെ ഇത് ജസ്റ്റ് നമ്മുടെ കുക്കറിൻ്റെ വാഷറാണ്. അതിനുള്ളിൽ
എന്തൊക്കെ കിട്ടിയാലും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് രീതി. അപ്പം എന്തായാലും ഇതിലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിക്ക് ഇത് വളർന്നു വന്നിട്ടുണ്ട്. ഇത് വെറുതെ കുപ്പിയിൽ തന്നെ പിടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ജസ്റ്റ് കുപ്പി പെട്രോൾ മാക്സിൻ്റെ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ്. നല്ലവണ്ണം വളർന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലും അധികം വളമൊന്നും കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ ഗ്രോ ബാഗിൽ മണ്ണാവുമ്പോൾ നമുക്ക് വേറെ വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് അതിൻ്റെ തന്നെ വലിയ പോട്ട് ചെയ്തിരിക്കുന്നതാണ്. നല്ലവണ്ണം വളർന്നിട്ടുണ്ട്. 2-3 മാസം പ്രായമായിട്ടേ ഉള്ളൂ ഈ ചെടിക്ക്, എങ്കിലും നല്ലവണ്ണം വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിന് അധികം ലൈറ്റിൻ്റെ ആവശ്യമില്ല, അധികം വെള്ളത്തിൻ്റെയും ആവശ്യമില്ല. അധികം ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ, അത് നേരിട്ടുള്ള വെയിലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ് യെല്ലോയിഷ് ആയിട്ട് പോവും. അതുകൊണ്ട് നേരിട്ടുള്ള വെയിലിൻ്റെ ആവശ്യം ചെടിക്കില്ല. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് സൺഷെയ്ഡിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ മതിയാകും. ഇത് റെഡ് കളറ് ടർട്ടിൽ വൈനാണ്. ഇതിന് കലീസിയ റെപ്പൻസ് എന്നും പേര് പറയാറുണ്ട്. അപ്പോൾ ഇതിന് അധികം സെയിം രീതിയിൽ തന്നെയാണ് ടർട്ടിൽ വൈനിൻ്റെ കെയർ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അധികം വെയിലായിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഉണങ്ങിയ പോലെ ഇരിക്കുന്നത്. ഇതിപ്പോൾ റീപോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ 5-6 മാസത്തോളം ആയി ഇത് നട്ടിട്ട്. അപ്പോൾ നമ്മളിത് മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിക്കായിട്ട് വളർന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 പോട്ടിലേക്ക് മാറ്റി പോട്ട് ചെയ്യാവുന്ന അത്ര ചെടിയുണ്ട് ഇത്. ഇതും ചെറിയൊരു കുപ്പിയിൽ നട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെന്നെങ്കിലും കിട്ടുന്ന ചെടികൾ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇത് 10 മണി, ഇതും ഇതുപോലെ തന്നെ കുപ്പിയിൽ ഡിസൈൻ ചെയ്തിട്ട്, നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന കുപ്പിയാണല്ലോ, അപ്പോൾ ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. റെഡ് കളറാണ് ഇതിൻ്റേത്. ഫ്ലവറൊന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെടിയാണ്. അതിപ്പോൾ അത്യാവശ്യം നല്ലോണം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലവർ 2 ആയിട്ടുണ്ട്. ഫ്ലവർ വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.